നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സ്വന്തം കുടുംബത്തിലുള്ളവരെ ഇങ്ങനെ സംശയിക്കുന്നത് നാണക്കേടല്ലേ അമ്മ? അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ദേവികയുടെ വീട്ടിൽ പോയി പരിശോധിക്കുക തന്നെ വേണം. ആ നിങ്ങൾ വേഗം അങ്ങോട്ട് ചെല്ല്. എന്താ പോകുന്നില്ലേ? അങ്ങനെ അവര് വരുന്നവരെ കാത്തിരിക്കുന്നത് ശരിയാണോ? അത് പറ്റില്ല. നമുക്ക് പരമ്പരാഗതമായി കിട്ടിയ അമൂല്യമായ മോതിരം അത്. കൊല്ലങ്ങൾ പഴക്കമുള്ളത്. അതെവിടെ പോയി എന്ന് ഇപ്പൊ തന്നെ അറിയണം. ഉപേക്ഷ വിചാരിച്ച അത് ചിലപ്പോ എന്നേക്കുമായി നഷ്ടപ്പെട്ടാലോ? അതെ. മായെ, നീ ഒന്ന് അഞ്ജിതെ വിളിച്ചു ചോദിച്ചേ. ശരി അമ്മേ. അമ്മേ, ഞാൻ കൊണ്ട് അങ്ങോട്ട്. എങ്ങനെയുണ്ട് മുത്തശ്ശ? വളരെ നന്നായിട്ടുണ്ട്. നല്ല വിലവെടുപ്പുള്ളതാണെന്ന് തോന്നുന്നു. വിലയുണ്ടാവും. കല്യാണത്തിന്റെ സമയത്ത് അമ്മയ്ക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി മാഡം വാങ്ങി വെച്ചിരുന്ന സാരിയാ. അന്നതിന് സാധിച്ചില്ല. ആ, നീ ഇത് മുറിയിൽ കൊണ്ടുവയ്ക്കേ. ശ്രീകല വരുമ്പോ കൊടുക്കാം. ശരി. വാ. സൂക്ഷേ, ഒരുങ്ങരുത്. ആരാ മോളെ? മായ ആന്റിയാ? എടുക്ക്. ഹലോ ആന്റി. മോളെ, ഞാൻ വിളിച്ചത് ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയായിരുന്നു. എന്താ ആന്റി? ആ ആഭരണങ്ങൾ നീ കണ്ടതല്ലേ? ഞാൻ കണ്ടു. ഞാൻ മാത്രമല്ല, ദേവികേച്ചിയും ഗോപികയും കണ്ടിട്ടുണ്ടല്ലോ. എന്തു പറ്റി ആന്റി? മോളെ, അതിൽ നിന്ന് ഒരു വൈരമോതിരം ഇപ്പൊ കാണുന്നില്ല. കാണാനില്ലേ? എന്താ പറയാം. ആ കാണുന്നില്ല. വളരെ വിലപിടിപ്പുള്ള അമൂല്യമായ മോതിരമായിരുന്നു അത്. അതെവിടെ പോവാനാ? നിങ്ങൾ അവിടെ മുഴുവൻ തെരഞ്ഞോ? ഇവിടെ ഒരിടത്തും ഇല്ല. നിങ്ങൾ ആരെങ്കിലും അതെടുത്ത് അണിഞ്ഞിട്ട് പോയോ? ഏയ്, ഞങ്ങളാരും എടുത്തിട്ടില്ല. എന്താ പ്രശ്നം? പറയാം. നിങ്ങൾ എടുത്തില്ലെങ്കിൽ പിന്നെ എവിടെ പോവാനാ? ഇവിടെ തെരഞ്ഞിട്ട് കാണാത്ത സ്ഥിതിക്ക് ഞങ്ങൾ എല്ലാരും കൂടെ അങ്ങോട്ട് വരാം. അവിടെയും തിരക്കി നോക്കാം. ഇവിടെയോ? ആ അതെ, ഞങ്ങൾ അങ്ങോട്ട് വരുക. ആ ശരി. മഹേട്ടാ, എന്താ മോളെ, എന്താ ഉണ്ടായേ? അത് അവിടെ ഒരു വൈരമോതിരം കാണാനില്ലെന്ന്. വൈരമുദ്ര കാണാനില്ലെന്നോ? ആ, കാണാനില്ല. അവരവിടെ മുഴുവൻ അന്വേഷിച്ചു. അത് കിട്ടിയില്ല. നമ്മളാരെങ്കിലും എടുത്തിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടിയാ ആന്റി വിളിച്ചത്. നമ്മൾ എടുത്തിട്ടില്ലല്ലോ. അത് മാത്രമല്ല, ചോദിക്കാതെയും പറയാതെയും ഞങ്ങൾ അവിടെ നിന്ന് എന്തെങ്കിലും എടുക്കോ? എന്തായാലും ഞാനും ചേച്ചി എടുക്കത്തില്ല. അപ്പൊ ഞാൻ എടുക്കുന്നാണോ? അങ്ങനെ ഗോപു പറഞ്ഞോ? ഇല്ലല്ലോ. ഇപ്പൊ ഏതായാലും ആ വൈരമോതിരം നമ്മുടെ ആരുടെയും കയ്യിൽ ഇല്ലല്ലോ. ഇല്ല, അത് ഞാൻ അവരോട് പറഞ്ഞു. പക്ഷെ അവരെല്ലാരും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട് മോതിരം അന്വേഷിച്ച്. അതിനിപ്പോ എന്താ, വരട്ടെ. ആ ദേവിക തന്നെയായിരിക്കും മോതിരം എടുത്തത്. എന്റെ ബലമായ സംശയം അതാ. ഏയ്, ദേവിക വെറുതെ സംശയിക്കണ്ട. ദേവിക അങ്ങനെ ചെയ്യില്ല. അഥവാ ആ മോതിരം എടുക്കുകയാണെങ്കിൽ എന്നോടോ അമ്മയോടോ ദേവിക അത് പറഞ്ഞിരിക്കും. ആ, മോഷ്ടിക്കുന്ന ആള് പറഞ്ഞിട്ടല്ലേ മോഷ്ടിക്കുന്നേ? ദേവിക എന്തിനു മോഷ്ടിക്കണം? ഇവിടുത്തെ എല്ലാ ലോക്കറിന്റെ അലമാരകളുടെയും താക്കോലുകൾ അവളുടെ കയ്യിലല്ലേ? ആ താക്കോലുകളെല്ലാം ഞാൻ അവൾക്ക് കൈമാറിയതല്ലേ? സ്വന്തം മുതൽ അവൾക്ക് മോഷ്ടിക്കേണ്ട കാര്യം എന്താ? ദേവികയുടെ വീട് വരെ പോയി ഒന്ന് പരിശോധിച്ചാ സംശയം തീരുമല്ലോ. അതെ, അത് വേണോ? അല്ല, സംശയം തോന്നിയ സ്ഥിതിക്ക് എന്തുകൊണ്ട് അവിടെ പോയി പരിശോധിച്ചുകൂടാ, അല്ലേ? മായേ ഹരിയും പറഞ്ഞതാ ശരി. ദേവികയുടെ വീട്ടിൽ പോയി ഒന്ന് പരിശോധിക്കണം. മഹേട്ടാ, സ്വന്തം കുടുംബത്തിലുള്ളവരെ ഇങ്ങനെ സംശയിക്കുന്നത് നാണക്കേടല്ലേ അമ്മ? അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ദേവികയുടെ വീട്ടിൽ പോയി പരിശോധിക്കുക തന്നെ വേണം. ആ നിങ്ങൾ വേഗം അങ്ങോട്ട് ചെല്ല്. എന്താ
പോകുന്നില്ലേ? ആരും പോകുന്നില്ലെങ്കിലും ഞാൻ തന്നെ പോയി പരിശോധിച്ചോളാം. അത് വേണ്ടമേ, ഞങ്ങൾ ചെല്ലാം. എന്താ നിങ്ങൾ പോകുന്നില്ലേ? മനസ്സിൽ സംശയം വച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ നല്ലത് അതെത്രയും പെട്ടെന്ന് ദൂരീകരിക്കുന്നതാ. നിങ്ങൾ ചെല്ല. എന്താ അമ്മേ? എന്താ എന്താ പ്രശ്നം? മോതിരം കാണാനില്ലെന്നൊക്കെ പറയുന്ന കേട്ടു. അവിടെ മോതിരം കാണാതായതിന് മായെന്തിനെ ഇവിടെ വിളിച്ച് ചോദിക്കുന്നേ? അതത്ര പന്തിയൊന്നും അല്ല. ഇതിന്റെ പിന്നിൽ എന്തോ കളിയുണ്ട്. എന്താടി, എന്താ അത്? നിനക്ക് വല്ലതും അറിയോ? അമ്മ അന്ന് പറഞ്ഞെന്ന ഐഡിയ ഇല്ല. ആഭരണം അടിച്ചു മാറ്റിയിട്ട് അതിന്റെ പഴി ആ ദേവികേച്ചയുടെ തലയിലിടുന്ന ഐഡിയ. അത് ഞാനും മായാന്റിയും കൂടി ഒന്ന് വർക്കൗട്ട് ചെയ്തു. അതിനു വേണ്ടിയാ മായാന്റി ആരും അറിയാതെ അവിടെ നിന്നൊരു വൈരമോതിരം അടിച്ചു മാറ്റി ഒളിപ്പിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ ഇവിടെ വിളിച്ച് ചോദിച്ചത്. അപ്പൊ ഇതിന്റെ പിന്നിൽ നിങ്ങളായിരുന്നു അല്ലേ? ഞാനത് ഊഹിച്ചു. അയ്യോ, ഒന്ന് പുതുക്കെ പറമ്മേ. ആരെങ്കിലും കേട്ട നമ്മൾ പെടും. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താ? അതൊക്കെ അമ്മ കണ്ടറിഞ്ഞാ മതി. ഓ, അവളുടെ ഒരു പത്രാസ്. ശരി, ഞാൻ കണ്ടറിഞ്ഞോളാം. അല്ല, ഇന്നത്തോടെ ദേവിക ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുമല്ലോ അല്ലേ? അതിലൊരു സംശയവും വേണ്ട, എല്ലാം സെറ്റാണ്. എന്റെ ഈശ്വര, അവളെ ഇന്ന് തന്നെ പൊന്നാരൻ തോട്ടത്തുകാർ അടിച്ചിറക്കണേ. എന്നിട്ട് വേണം എന്റെ പൊന്നു മോക്ക് രാജകുമാരി പോലെ അവിടെ വാഴ. അതൊക്കെ നടക്കും അമ്മ. അമ്മ നോക്കിക്കോ. കുറച്ച് കഴിയുമ്പോ ജാനകി അമ്മയും മായാന്റിയും ഹരിയങ്കളും ഇവിടെ വരും. വൈരമോതിരം മോഷ്ടിച്ചതിന് ദേവികേച്ചെ കൈയോടെ പിടിക്കുകയും ചെയ്യും. അവര് വരുമല്ലേ? വരട്ടെ, പെട്ടെന്ന് വരട്ടെ. എന്നിട്ട് ആ കള്ളിയെ പിടികൂടട്ടെ. എന്നിട്ട് അത് കണ്ട് എനിക്കിന്ന് സന്തോഷിക്കണം. മുത്തശ്ശ, ഇപ്പൊ സമയം എത്രയെന്ന് അറിയാമോ? ഇത്രയും നേരം അമ്മ അമ്പലത്തിലാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അവൾ അമ്പലത്തിൽ തന്നെ പോയതാ. അമ്മ എന്താ അവിടെ ഭജന ഇരിക്കുന്നുണ്ടോ? രാവിലെയുള്ള ദീപാരാധന തൊഴാൻ പോയതല്ലേ? ദീപാരാധനയും കഴിഞ്ഞ് നടയെ അടച്ചു. ഇപ്പൊ മണിക്കൂറുകളായി. അമ്മ എവിടെ പോയതാ? മുത്തശ്ശ, അമ്മ എവിടെ പോയിന്ന് പറയേ. ഇന്നിവിടെ ഞങ്ങൾക്ക് വിരുന്ന് തരുന്നു അമ്മയ്ക്ക് അറിയാലോ. അപ്പൊ അമ്മ എന്താ ചെയ്യേണ്ടത്? തൊഴുത് വേഗം വീട്ടിലേക്ക് വന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുക വേണ്ടത്. അമ്മ എന്താ അത് ചെയ്യാത്തത്? മുത്തശ്ശ, എനിക്കെല്ലാം മനസ്സിലാവും. അമ്മയ്ക്ക് ഞങ്ങളെ കാണുന്നതിൽ താല്പര്യമില്ല, എന്നെയും കുട്ടനെയും. അതുകൊണ്ടാ ക്ഷേത്രദർശനത്തിന്റെ പേരും പറഞ്ഞ് അമ്മ ഇവിടുന്ന് മാറി നിൽക്കുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.